മഹാരാഷ്ട്രയിൽ ബി.ജെ.പിയുടെ തേരോട്ടമാണ് ഉണ്ടായിരിക്കുന്നത്. 220-ലധികം സീറ്റുകളുമായി മഹായുതി സഖ്യം അധികാരത്തിലേക്ക് എത്തുകയാണ്. മഹാവികാസ് അഘാടി സഖ്യം തകർന്നടിഞ്ഞു. ശ്രീനാഥ് ചന്ദ്രൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി മുംബൈയിൽ നിന്ന്. ശ്രീനാഥ്, വലിയ മുന്നേറ്റമാണ് ബി.ജെ.പി ഉണ്ടാക്കുന്നത്. ശക്തി കേന്ദ്രങ്ങൾക്കപ്പുറം എല്ലായിടത്തേക്കും കടന്നു ചെന്ന് മഹായുതി സഖ്യം വലിയ നേട്ടമുണ്ടാക്കുന്നു. വീണ്ടും ഒരു ബി.ജെ.പി മുഖ്യമന്ത്രി അവിടെ വരാൻ പോകുന്നു. എന്താണ് പുതിയ വിവരങ്ങൾ, സർക്കാർ രൂപീകരണ ചർച്ചകൾ? ശ്രീനാഥ് ചന്ദ്രൻ. റീജിത്ത്, ഇപ്പോഴത്തെ കണക്ക് പരിശോധിക്കുമ്പോൾ ബി ജെ പി അവരുടെ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ഒരു സംഖ്യയിലേക്ക് എത്തുന്നു എന്നതാണ് മനസ്സിലാക്കേണ്ടത്. 2014 122 സീറ്റ് നേടിയതാണ് ബി ജെ പിക്ക് ഇതിനു മുമ്പത്തെ ഏറ്റവും മികച്ച പ്രകടനം. ഇപ്പോൾ ഇതിനോടകം തന്നെ 130 സീറ്റുകളാണ് ബി ജെ പി ലീഡ് ചെയ്യുന്നത്. മാത്രമല്ല, മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉണ്ടായിരിക്കുന്ന ഒരു വിജയം അതൊരു കനത്ത വിജയമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. 225 സീറ്റുകളാണ് അവർ മുന്നിട്ട് നിൽക്കുന്നത്. നമുക്കറിയാം, എക്സിറ്റ് പോൾ ഫലങ്ങൾ പലതും വന്നതാണ്. അതിൽ പോലും ബി ജെ പിക്ക് ഇങ്ങനെയൊരു വിജയം, NDA സഖ്യത്തിന് ഇങ്ങനെയൊരു വിജയം ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. മാത്രമല്ല, സംസ്ഥാനത്തുടനീളം തെരഞ്ഞെടുപ്പ് കാലത്ത് യാത്ര ചെയ്തപ്പോഴും നേതാക്കളുമായി സംസാരിക്കുമ്പോഴും ഒന്നും തന്നെ ബി ജെ പി നേതാക്കൾ പോലും ഇങ്ങനൊരു വിജയം പ്രതീക്ഷിച്ചിരുന്നില്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഇന്ത്യ മുന്നണി അമ്പേ പരാജയപ്പെട്ടു പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇപ്പോൾ വെറും 49 ഇടങ്ങളിൽ മാത്രമാണ് ഇന്ത്യ മുന്നണിയിലെ പാർട്ടികൾ മുന്നിട്ട് നിൽക്കുന്നത്. കോൺഗ്രസ് വെറും 19 സീറ്റിലും, ഉദ്ധവ് വിഭാഗം 19 സീറ്റ്, ശരത് പവാർ വിഭാഗം NCP വെറും 11 സീറ്റിൽ ഒതുങ്ങി നിൽക്കുന്ന കാഴ്ചയാണ്. പല കാരണങ്ങളാണ് ഇത്തരമൊരു വിജയത്തിന് ബി ജെ പി സഖ്യം അവകാശപ്പെടുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാരണം ലാഡ്ലി ബഹൻ പോലെയുള്ള പദ്ധതികളാണ്. വനിതാ വോട്ടുകൾ വലിയ തരത്തിൽ അനുകൂലമായി മാറി എന്നതാണ് ഈ വിജയത്തിൻ്റെ പ്രധാന കാരണങ്ങളൊന്നായി അവർ വിലയിരുത്തുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം വളരെയധികം കൂടിയിരുന്നു. കാരണം കഴിഞ്ഞ തവണത്തേക്കാൾ ഏതാണ്ട് 4% പോളിംഗ് അധികം വന്നു. മാത്രമല്ല, അതിൽ തന്നെ സ്ത്രീകളുടെ വോട്ട് കാര്യമായി കൂടിയിട്ടുണ്ട്. ഇത്തവണ ഏതാണ്ട് 6% വനിതകളുടെ വോട്ട് കാര്യമായി കൂടിയിട്ടുണ്ട്. സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് മാസം 1500 രൂപ എത്തുന്ന പദ്ധതി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടിക്ക് പിന്നാലെയാണ് സർക്കാർ പ്രഖ്യാപിക്കുന്നത്. ആ ഒരു പദ്ധതി അത്തരത്തിൽ ഗുണകരമായിട്ടുണ്ട്. മാത്രമല്ല, യുവാക്കൾ, പ്രായമായവർ, ഇവർക്കൊക്കെ തന്നെ ഇത്തരം ക്ഷേമ പദ്ധതികളിലൂടെ അവർക്കൊക്കെ ഇടയിൽ ഒരു സ്വാധീനമുണ്ടാക്കാൻ സഹായിച്ചിട്ടുണ്ട് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ഒപ്പം തന്നെ ഗ്രാമീണ മേഖലകളിൽ ഇത്തവണ വലിയ തോതിൽ വോട്ട് കൂടിയിരുന്നു. ഇതും ഇത്തരം ക്ഷേമ പദ്ധതികളുടെ ഒരു സ്വാധീനമായി കണക്കാക്കപ്പെടുന്നുണ്ട്. ഒപ്പം തന്നെ വിവിധ നേതാക്കൾ, ബി ജെ പിയുടെ പ്രധാനപ്പെട്ട പല നേതാക്കൾ, നമ്മൾ വിഭജിച്ച് നിന്നാൽ, ഹിന്ദുക്കൾ വിഭജിച്ച് നിന്നാൽ അത് പ്രശ്നമാകും, ഒരുമിച്ച് നിന്നാലേ നമുക്ക് രക്ഷയുള്ളൂ എന്ന് പ്രധാനമന്ത്രി പോലും പ്രസംഗിക്കുന്ന സാഹചര്യമുണ്ടായി. അത്തരം പ്രസംഗങ്ങളൊക്കെ ഒരുപക്ഷെ ഒരു ധ്രുവീകരണം വോട്ടർമാർക്കിടയിൽ ഉണ്ടാക്കിയിട്ടുണ്ടാകാം എന്നും നമുക്ക് വിലയിരുത്തേണ്ടി വരുന്നു. ഏതായാലും പ്രതിപക്ഷം ഈ തോൽവിക്ക് മറ്റു പല കാരണങ്ങളും പറയുന്നുണ്ട്. ഒരു തിരിമറി ഈ തെരഞ്ഞെടുപ്പിൽ ആകെ നടന്നു എന്ന ഒരു ആരോപണമാണ് ഇപ്പോൾ സഞ്ജയ് റാവത്ത് അടക്കമുള്ള ശിവസേന ഉദ്ധവ് വിഭാഗത്തിലെ നേതാക്കളടക്കം ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. മഹാരാഷ്ട്ര തൂത്തുവാരുകയാണ് മഹായുതി സഖ്യം. ബി.ജെ.പിയുടെ തേരോട്ടമാണ് തെരഞ്ഞെടുപ്പിൽ കാണാൻ കഴിയുന്നത്. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർത്തിയാവുകയാണ്. ഇനി ഇലക്ഷൻ സ്പെഷ്യൽ പ്രത്യേക ചർച്ചയിലേക്കാണ്. അതിഥികളും പ്രേക്ഷകർക്കൊപ്പം ചേരും. അനുജ രാജേഷിലേക്ക്.